ലാ ലീഗയിലെ ഈ റൗണ്ടിലെ ഏറ്റവും വലിയ തോൽവിയാണിത്. അതെ, ബാർസലോണ സെവിയ്യക്കെതിരെ 4-1 വമ്പൻ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് സെവിയ്യ ബാർസലോണയെ തോൽപ്പിക്കുന്നത്, അതും ഇങ്ങനൊരു ആധിപത്യമുള്ള രീതിയിൽ. ഇത് വെറും ഒരു തോൽവിയല്ല, ഈ സീസണിൽ ബാർസലോണ കളിച്ചിട്ടുള്ള ഏറ്റവും മോശം മത്സരം കൂടിയാണ് ഈ മത്സരം. പന്ത് കൈവശം വെച്ചിരുന്നതിലും അവസരങ്ങൾ സൃഷ്ടിച്ചതിലും റിതം കണ്ടുപിടിക്കുന്നതിലും എല്ലായിടത്തും ബാർസലോണക്ക് പിഴക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ പന്തിന്റെ നിയന്ത്രണം നഷ്ടമായി. മത്സരത്തിന്റെ തുടക്കം മുതൽ ബാർസലോണയുടെ ഡിഫൻസിൽ ഉണ്ടായിരുന്ന പാളിച്ചകൾ സെവിയ്യ മുതലെടുക്കുകയായിരുന്നു. 13-ാം മിനിറ്റിൽ സാൻഡസ് പെനാൽറ്റി വഴി ഗോൾ നേടി സെവില്ലയെ മുന്നിലെത്തിച്ചു. പിന്നീട് 37-ാം മിനിറ്റിൽ റൊമേറോയുടെ ഹെഡർ ഗോൾ, സ്കോർ ബോർഡിൽ 2-0. ബാർസലോണയുടെ പ്രതിരോധം പൂർണ്ണമായി അതോടെ തകരുകയായിരുന്നു. ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ, അതായത് ഇഞ്ചുറി ടൈമിന്റെ 47-ാം മിനിറ്റിൽ റാഷ്ഫോർഡിന്റെ മികവുറ്റ ഫിനിഷിലൂടെ ഗോളടിച്ചെങ്കിലും അത് വെറുമൊരു ആശ്വാസമായിരുന്നു. സെക്കൻഡ് ഹാഫിലും ബാർസലോണ പതിഞ്ഞ താളത്തിൽ തന്നെയാണ് കളി മുന്നോട്ട് കൊണ്ടുപോയത്. മികച്ച 1-2 മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ബാർസലോണക്ക് ഈ മത്സരത്തിൽ കാര്യമായൊന്നും സംഭവിച്ചില്ലായിരുന്നു. അതിനാൽ തന്നെ മത്സരത്തിന്റെ 90 മിനിറ്റിലും 96-ാം മിനിറ്റിലും സെവില്ല 2 ഗോളുകൾ കൂടെ സ്കോർ ചെയ്ത് ആ ഗോൾ സ്കോർ പട്ടിക പൂർത്തിയാക്കുകയാണ്. സ്കോർ ബോർഡിൽ 4-1. അതോടെ നാണംകെട്ട തോൽവിയാണ് ബാർസലോണക്ക് ആ മൈതാനത്ത് സമ്മാനിച്ചത്. ഈ ഒരു തോൽവിയുടെ പ്രധാന കാരണങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒരിക്കൽ ബാർസലോണയുടെ പ്രധാന ശക്തിയായിരുന്നു മിഡ്ഫീൽഡ് എന്നത്. പന്ത് കൈവശം വെച്ച് നിയന്ത്രിക്കുക, എതിരാളിയെ ക്ഷീണിപ്പിക്കുക. പക്ഷേ ഇന്നത്തെ ബാർസയിൽ ആ സിസ്റ്റം കാണാനില്ലായിരുന്നു. പെഡ്രി, ഓൾമോ, ഡിയോങ് ഇവരിൽ ആർക്കും മത്സരത്തിന്റെ റിതം പിടിക്കാൻ കഴിഞ്ഞില്ല. സെവിയുടെ പ്രസ്സിംഗ് അത്രമേൽ കഠിനമായിരുന്നു. ബാർസ പൊസിഷൻ നിലനിർത്താൻ പോലും ബുദ്ധിമുട്ടുകയായിരുന്നു. പിന്നെ ഡിഫൻസിലും ഒരുപാട് മിസ്റ്റേക്കുകൾ കണ്ടു. കുബാർസിയും കൗണ്ടയും ക്രിസ്ത്യൻസനും നിരന്തരം പൊസിഷൻ തെറ്റി നിൽക്കുകയായിരുന്നു. ഫുൾ ബാക്കുകൾ മുന്നോട്ട് പോയാൽ പിന്നിൽ നിന്ന് സ്പേസ് തുറന്നു കൊടുക്കുകയായിരുന്നു. അത് തന്നെയാണ് സെവിയക്ക് കൗണ്ടറിൽ നിന്ന് 4 ഗോളുകൾക്കുള്ള വഴിയൊരുക്കിയതും. ഒരിക്കൽ പോലും അവിടെ കോർഡിനേഷൻ കണ്ടില്ലായിരുന്നു. മുൻനിരയിൽ റാഫിഞ്ഞയില്ല, യമാലില്ല. ഇതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. വലതുവശത്ത് പൂർണ്ണമായും ക്രിയേറ്റിവിറ്റി ഇല്ലാതായിരിക്കുന്നു. യമാലിന്റെ ട്രിബിളിങ്ങും റാഫിഞ്ഞയുടെ കട്ടിങ്ങും ഇല്ലാതെ ബാർസയുടെ ആക്രമണം പന്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു കളിയായി മാറി. ലെവൻഡോസ്കി പൂർണ്ണമായും ഒറ്റപ്പെട്ടു. പാസുകൾ കിട്ടിയില്ലായിരുന്നു, സപ്പോർട്ടും കിട്ടിയില്ലായിരുന്നു. പിന്നെ ബാർസലോണക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു പെനാൽറ്റി കിട്ടിയെങ്കിലും ആ പെനാൽറ്റി എടുത്ത് മിസ്സാക്കിയത് ലെവൻഡോസ്കി തന്നെയായിരുന്നു. എന്താണ് അയാൾക്ക് സംഭവിച്ചതെന്നറിയില്ല. ഈ സീസണിൽ അയാളിൽ നിന്ന് ആ പീക്ക് പെർഫോമൻസ് കാണാനില്ലായിരുന്നു. സെവിയ്യയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായിരുന്നു. അവർ ബാർസയുടെ പാസിംഗ് പാറ്റേൺ പഠിച്ചിരിക്കുന്നു. ബാർസ പന്ത് നഷ്ടപ്പെടുന്ന സെക്കൻഡിൽ തന്നെ കൗണ്ടർ ആരംഭിക്കുന്നു. അവസാന നിമിഷങ്ങളിൽ കർമോണയും ആഡസും ഗോളടിച്ചത് അതിൻ്റെ വ്യക്തമായ തെളിവായിരുന്നു. അവരിൽ ആവേശമുണ്ടായിരുന്നു, ബാർസയിൽ നിരാശയും ഉണ്ടായിരുന്നു. മത്സരത്തിന്റെ അവസാന പകുതിയിൽ ബാർസ കളിക്കുന്നത് തോൽവി സ്വീകരിച്ചവരെ പോലെയായിരുന്നു. ആക്രമണ ശ്രമങ്ങൾ നിർജീവം, ടീം കമ്മ്യൂണിക്കേഷൻ എല്ലാം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. സീസണിന്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാർസലോണക്ക് ഈ തോൽവി വലിയൊരു പാഠമായിരിക്കും. റാഫീഞ്ഞ, ലാമിൻ യമാൽ, ഗാർസിയ, പക്ഷേ അതിനുമപ്പുറം ആവശ്യമുള്ളത് ഐഡന്റിറ്റിയുടെ തിരിച്ചുവരവാണ്. ബാർസ എന്നത് എപ്പോഴും ഒരു ഫുട്ബോൾ തത്വമായിരുന്നു. പാസുകളും കെമിസ്ട്രിയും ക്രിയേറ്റിവിറ്റിയും ചേർന്ന ഒരു കളി. ഇന്നത് ആരാധകർക്ക് കാണാനായില്ല. 10 വർഷങ്ങൾക്ക് ശേഷം സെവിയ്യയുടെ രാത്രിയായിരുന്നു ഇന്ന്. ബാർസലോണക്ക് ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്.